ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സമോസയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സമോസയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ സമോസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ സമോസയുടെ ലീഫ് ആ ഒരു ഷേപ്പിൽ മടക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി വരുന്ന കഷ്ണത്തിന് ബാക്കി എത്ര വരും എന്നുള്ളതിൻ്റെ ഒരു അളവ് ആദ്യം എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എല്ലാ സമോസ ലീഫും നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സമോസ ലീഫും അതേ അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത് നമ്മളൊരു ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനായിട്ട് നമ്മളിതാ ഇവിടെ ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് നേരം ഫ്രൈ ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടിയാൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ടൈമിൽ നമുക്കിത് ഒന്ന് കോരി മാറ്റാവുന്നതാണ്. ശേഷം ഇത് നല്ല രീതിയിൽ ആ ഓയിലൊക്കെ പോയ ശേഷം ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ ആ മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇതേപോലെ കൈകൊണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. കാരണം ഇത് നമ്മൾ മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ മസാലയിലേക്ക് ചേർക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റാണ് ഇതിന്, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് വെക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 വലിയ സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 or 3 ഒക്കെ മുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ സ്വീറ്റ് കോൺസ്, ഗ്രീൻ പീസും, ഇത്രയും വെജിറ്റബിൾസ് നമ്മൾ ചെറുതായിട്ട് മുറിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള പൊട്ടാറ്റോ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫ്രോസനാണ്. ഇത് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസൊക്കെ ഒരുവിധം വെന്തതായതുകൊണ്ട് വല്ലാണ്ട് കുക്കാവാനൊന്നുമില്ല. അപ്പോൾ ഒന്ന് കളർ മാറിയ ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണക്കം മാറി വരുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിന് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് കാശ്മീർ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മസാലകളൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്ന ശേഷമാണ് ഞാനിതിലേക്ക് ആദ്യം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സമോസ ലീഫ് ഇതേപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. വല്ലാണ്ട് പൊടിയൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തതാണ്. അത് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒരു 2-3 മിനിറ്റ് ആ മസാലയിലിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം ആ ചിക്കനും മസാലയും കൂടി ഒന്ന് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ലീഫ് ഇതുപോലെ മടക്കിയിട്ട് അതിലേക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുകയാണ്. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദപ്പൊടിയും വെള്ളം കൂടി ചേർത്തിട്ടുള്ള ഒരു പശ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് എല്ലാ പാകവും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമോസയുടെ നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുറിച്ച് ഒഴിവാക്കിക്കണമെന്ന് വിചാരിച്ചിട്ട് ഷീറ്റിൻ്റെ വലുപ്പം തികയാതിരിക്കുകയൊന്നും ചെയ്യില്ല. അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഇതേപോലെ ഫില്ലിങ്സ് നിറച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് നിറച്ച ശേഷം നമ്മൾ ഇത് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്ന കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഓയിൽ നല്ല ചൂടായ ശേഷം ഇതിട്ട് കൊടുക്കുക. കാരണം ഞാൻ ഫസ്റ്റ് ഇട്ടെടുത്ത ടൈമിൽ ഓയിൽ ചൂടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.